തുടരും. ഈ ഫാൻസ് കയറി കിടന്ന് തല്ലിമറിക്കുന്ന കണക്ക് അതിനകത്ത് എന്തെങ്കിലും വലിയ സംഭവം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനും ഒന്ന് തുടരും കാണാൻ പോയി. അതായത് സംവിധായകന്മാരൊക്കെ വന്ന് വലിയ തല്ലിമറി. മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽസ് ഉണ്ട് മോഹൻലാലിന്. അനേക കണക്കിന് ആൾക്കാരുണ്ട്. മോഹൻലാലിന്റെ ഒരു ഫാമിലി പടം ഹിറ്റായാൽ കാണാൻ വരെ. എന്നാൽ കിടന്ന് ഭയങ്കര സോഷ്യൽ മീഡിയ മൊത്തം എവിടെ എടുത്തു നോക്കിയാലും തുടരും തുടരും തുടരും. അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള വാക്കുകൾ. അത് കേട്ട് എന്താണ് ഒരു ഇമ്പം തോന്നി. ഞാനും ഒന്ന് തുടരും കാണാൻ പോയി. ഫസ്റ്റ് തിയേറ്ററിൽ ചെന്നപ്പോൾ ഫുൾ ഫാമിലി, ഫുൾ ഹൗസ് ഫുൾ. ഞാൻ പോയത് കൊല്ലം കൊട്ടിയം ആശീർവാദിലായിരുന്നു. സ്ക്രീനിന് മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കാണേണ്ടി വന്നു. ഇങ്ങനെ ആ ഒരവസ്ഥയായിരുന്നു. പക്ഷെ പടം എന്തോ എന്നെ അങ്ങട് ഒരു കൊണ്ടങ്ങ് പോയി. സത്യത്തിൽ പറയാലോ, പടം അന്യായ സാധനം തന്നെയാണ്. വേറെ ഒന്നുമല്ല എടുത്ത് പറയാൻ. ഫസ്റ്റ് നമ്മൾ വിചാരിക്കും ഇതൊരു ഫാമിലി മൂവിയാണെന്ന്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് വിചാരിക്കും ഓ ഇതൊരു ട്രോമ മൂവിയാണ്. ഓ മോഹൻലാൽ ഫാമിലിക്ക് എന്തുകൊണ്ടൊക്കെ സംഭവിച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇതൊരു ആക്ഷൻ മൂവിയാണെന്ന്. പിന്നെ അതും കൂടെ കുറച്ചും കൂടെ കഴിഞ്ഞ് നോക്കാൻ നേരത്ത് ഇതൊരു സൈക്കോ മൂവിയാണ് നമ്മൾ ചിന്തിക്കും. ഉഫ്, ആ തിയേറ്ററിൽ ഇരുന്ന് എന്തെല്ലാം തരം വികാരങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതിന്റെ ഇടയ്ക്ക് ഒരു സസ്പെൻസ് ഉണ്ടാകും. കല്യാണ വീട്ടിൽ ഒരു പ്രമുഖ നടൻ, ഞാൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് പ്രമുഖ നടൻ എന്ന് പറയരുത്, എന്നാലും സസ്പെൻസ് കളായിരിക്കാൻ വേണ്ടി ഒരു പ്രമുഖ നടനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എവനെ എങ്ങനെയാണോ തള്ളിയത്, അല്ല തട്ടിയത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും എന്റെ തരുൺമൂർത്തി, നിങ്ങളടുത്ത് ഒന്നേ ചോദിക്കാനുള്ളൂ, ബാറ്റ്മാൻ എന്താണിത്? എങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് ഇതെടുത്തു? ഒരു ലൂസിഫർ പോയി കണ്ട് മനുഷ്യന്റെ കിളിയും പാറി ഇരിക്കുന്ന നേരത്താണ് ഇതിറങ്ങിയത്. പിന്നെ അതുകൊണ്ട് തന്നെ വിചാരിച്ചു ആദ്യം ഒന്നും പോയി കാണണ്ട. പടം എങ്ങനെയൊക്കെയുണ്ട്, ഏതെങ്കിലും ലെവലാണെന്നൊക്കെ അറിഞ്ഞിട്ടായി പോയി കണ്ടാൽ മതി. പക്ഷേ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, പണ്ട് മരക്കാര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ G-Max 2 മണിക്ക് പോയി കണ്ടവനാണ് ഞാൻ. പക്ഷേ ഈ പടത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് കണ്ടിരുന്നെങ്കിൽ ഐ ആം സോ ലക്കി ദ പേഴ്സൺ ഇൻ ദ എർത്ത്. ബിക്കോസ് മോഹൻലാൽ ഈസ് ബാക്ക്. അദ്ദേഹം എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഒരു ഫാമിലി പടം മാത്രം മതി പുള്ളിക്ക് നമ്മളിടയിൽ നിന്ന് ഈ കിടന്ന കൊടൂര തൂക്കാൻ എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന വെറും സിമ്പിൾ പടം. ഒരു ഹൈപ്പ് പോലും ഇല്ല ഈ പടത്തിലല്ല, ഒരു ഹൈപ്പ് പോലും ഇല്ലാതെ വന്നൊരു പടം. അതായത് എമ്പുരാൻ ഇറങ്ങി മിക്സഡ് റിവ്യൂസ് ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു പുഷിൽ ഒരു പടം അങ്ങ് ഇറക്കി വിട്ടു, തുടരും. എന്തുവാടോ കാണിച്ചു വെച്ചേക്കുന്ന ഇതിനകത്ത് മോഹൻലാല്? പുള്ളിക്കാരൻ കിടന്ന് അഴിഞ്ഞാടുകയാണ്, വേറൊന്നും പറയാനില്ല. ഒരു 10-60 വയസ്സുകാരൻ്റെ ഒരു അഴിഞ്ഞാട്ടം, അതേ ഉള്ളൂ ഈ പടം. ഇൻക്രെഡിബിൾ.